ഹലോ, ഇന്നൊരു ചക്ക പായസത്തിൻ്റെ റെസിപ്പിയാണേ. എനിക്ക് കുറച്ച് നല്ല പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം പായസം എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഒരു കുക്കറിലേക്ക് കുരു കളഞ്ഞ് വെച്ചിട്ടുള്ള ചക്കച്ചോള ഇട്ട് കൊടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് 2 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. വിസിൽ വന്ന് വെന്ത ചക്ക നന്നായി തണുത്തതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ച് മാറ്റി വെക്കാം. ഒരു ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് ചൂടായതിന് ശേഷം അതിലേക്ക് നെയ്യ് ഒഴിച്ച് കുറച്ച് തേങ്ങാക്കൊത്തും അണ്ടിയും മുന്തിരിയും കൂടെ വറുത്ത് കോരി മാറ്റി വയ്ക്കാം. എന്നിട്ട് ആ നെയ്യിലേക്ക് തന്നെ നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ചക്ക ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റി വരുന്നവരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം എടുക്കും കേട്ടോ. അങ്ങനെ നന്നായി ഒന്ന് ഇളക്കി കഴിയുന്ന സമയത്ത് നമുക്ക് ഉരുക്കി മാറ്റി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 അച്ച് ശർക്കരയാണ് പാനിയാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഈ ചക്കയ്ക്ക് നല്ല മധുരമുള്ളത് കൊണ്ടാണ്. ഓരോരുത്തർ എടുക്കുന്ന ചക്കയുടെ മധുരം അനുസരിച്ചിട്ട് വേണം നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാൻ. ഇത് എനിക്ക് കറക്റ്റ് മധുരമായിരുന്നേ. എന്നിട്ട് അതൊന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ ഒന്ന് കളർ മാറി വരും. എന്നിട്ട് തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 2ാം പാലും 3ാം പാലും കൂടെ ഒന്നിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണിത്. അതൊഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും ചുക്ക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 2ാം പാൽ ഒഴിച്ച് ഒന്ന് അത്യാവശ്യം കുറുകിയതിന് ശേഷമാണ് ഈ പൊടികൾ ഇട്ട് കൊടുത്തത്. അങ്ങനെ പാലിൽ കുറുകി വരുമ്പോഴാണ് നമുക്ക് ഈ പായസത്തിന് നല്ല ടേസ്റ്റ് വരിക. എന്നിട്ട് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ചവ്വരി ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച്. അത് ഈ പായസത്തിൽ ഇങ്ങനെ ഇടയ്ക്ക് കടിക്കാൻ എന്തെങ്കിലും വേണ്ടേ, അപ്പോൾ അതങ്ങനെ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പിന്നെ തിളയ്ക്കാൻ പാടില്ല കേട്ടോ. ഒന്ന് ചെറുതായിട്ട് ചൂടായി വന്നാൽ മതി. നല്ല ടേസ്റ്റുള്ള ഒരു പായസമാണ്. എപ്പോഴെങ്കിലും ചക്ക കിട്ടുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല മധുരമൊക്കെ പാകമായിട്ട് കിട്ടും ഈ ഒരളവിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിയും മുന്തിരിയും തേങ്ങാക്കൊത്തുകൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ചൂടാറിയതിന് ശേഷം കഴിക്കാവുന്നതാണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്